ഹലോ ഗൈസ്, അപ്പോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ റിയൽ മാൻഡ്രിഡിന്റെ ഒരു അറ്റാക്കിംഗ്, അതായത് ആർബലോ വന്നതിന് ശേഷമുള്ള റിയൽ മാൻഡ്രിഡ് ആ ഒരു മൊണോക്കോക്കെതിരെ നേടിയ ഒരു വിക്ടറി ഉണ്ടല്ലോ, 6-1 എന്നുള്ള വിക്ടറി. ആ ഒരു വിക്ടറിയിലെ റിയൽ മാൻഡ്രിഡിന്റെ ടാറ്റിക്സ് ആണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫുട്ബോളിസ്റ്റ് ആണെങ്കിൽ തിരിച്ച് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ആദ്യം തന്നെ നമുക്ക് റിയൽ മാൻഡ്രിഡിന്റെ ആ ഒരു മത്സരത്തെ ലൈനപ്പ് എടുത്ത് നോക്കാമെങ്കിൽ മുമ്പില് 3 പ്ലേയേഴ്സ് ആണ്. ഒരു 4-3-3 പൊസിഷൻ ആണ് റയൽ മാൻഡ്രിഡ് കളിക്കുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നിയത് മിഡ്ഫീൽഡിൽ ഒരു പൊസിഷൻ ആട്ടോ, അതായത് ബെല്ലിംഗാമും ആർദ ഗൂളറിന് 2 നമ്പർ 8 ഒരുമിച്ച് കളിപ്പിച്ചു എന്നുള്ളതാണ്. ചെയ്യുമ്പോൾ നമുക്കറിയാം ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആണ് ആള്. പിന്നെ അതുപോലെ തന്നെ റൈറ്റ് ബാക്കുള്ള വാൽവെർഡയും ലെഫ്റ്റ് ബാക്കുള്ള കമ്മിങ്, രണ്ടാളും മിഡ്ഫീൽഡേഴ്സ് ആണ് ഇതിലെ കളി എടുക്കുക. അപ്പൊ ഇൻ കേസ് ഒരു കളിയുടെ ഒരു സാഹചര്യത്തിൽ നമ്മളെ ഹൂസനും അസിൻസിയോണ് സെന്റർ ബാക്ക്, അപ്പൊ അവർക്ക് രണ്ടുപേർക്കും സപ്പോർട്ട് ചെയ്തിട്ട് എന്താണ് ചുവമിനിക്ക് ബാക്കിലേക്ക് ഡിഫൻസീവ് ഇറങ്ങാൻ പറ്റും, മിഡ്ഫീൽഡിലേക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് കമവിംഗക്കും വാൽവെർഡേക്കും കളിക്കാൻ പറ്റും. ഈ ഒരു പോയിന്റ് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ബാക്കിൽ ഒരു 3-4-3 എന്നുള്ള രീതിയിൽ കളി മാറ്റാൻ സാധിക്കും. അറ്റാക്ക് ചെയ്യുമ്പോൾ 2 ഫുൾ ബാക്കിന് അറ്റാക്ക് ചെയ്യാം. അതെന്താണെന്നുള്ളത് ഇനി വീഡിയോ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് സാധനം മനസ്സിലാവും. ഇവിടെയാണ് റിയൽ മാൻഡ്രിഡിന്റെ ഒന്നാമത്തെ ഗോൾ ആ കളിയിൽ ആരംഭിക്കാട്ടോ. കാരണം നിങ്ങൾ ഇത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാവും. ഇവിടെ റിയൽ മാൻഡ്രിഡിന്റെ ഫെഡെ വാൽവെർഡെ, അതായത് റൈറ്റ് ബാക്ക് ആണ് ആള്. പക്ഷെ ആള് നിൽക്കുന്ന പൊസിഷൻ അവിടെ നിങ്ങൾക്ക് കറക്റ്റ് സെൻട്രൽ മിഡിലാണ് ആള് നിൽക്കുന്നത്. നമ്മൾ റിയൽ മാൻഡ്രിഡിന്റെ ഡിഫൻസീവ് ലൈൻ നോക്കിയാൽ അവിടെ കമവിന്റെ ലെഫ്റ്റിലുണ്ട് 2 സെന്റർ ബാക്ക് ഉണ്ട്. പിന്നെ ഫെഡെ വാൽവെർഡെ മിഡിലാണ് ഇറങ്ങി നിൽക്കുന്നത്. ഓക്കെ, പിന്നെ റൈറ്റ് സൈഡിൽ ഇവിടെ മസ്തന്തോന ഉണ്ട്. അവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് വിനീഷ്യസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ കിലിയന്, ജൂഡ്, ഇവരൊക്കെ ആ സൈഡിൽ നിൽക്കുന്നുണ്ട്. പന്തുള്ളത് ആർഡയുടെ കയ്യിലാണ്. ഇവിടെ ഏറ്റവും ഭയങ്കരമായ സംഭവം എന്താണെന്ന് വെച്ചാൽ മൊണോക്കോ കളിക്കുന്ന പൊസിഷന് 4-2-3-1 എന്നുള്ള പൊസിഷനാണ്. അതാണ് നിങ്ങൾക്ക് ഇവിടെ കറക്റ്റ് കാണാൻ കഴിയും. 4-2-3-1 അവിടെ പൊസിഷൻ വെക്കണം. പക്ഷെ ഇവിടെ മസ്തന്തോനെ നിൽക്കുന്ന ഒരു സ്ഥലം ഉണ്ടല്ലോ, അതായത് അവിടെ ലെഫ്റ്റ് ബാക്ക് ആണോ അതോ ഒരു സെൻട്രൽ ഡിഫൻസീവ് മിഡ്ഫീൽഡർ, രണ്ടാളെ ഇടയിലാണ് നിൽക്കുന്നത്. അത് രണ്ടാൾക്കും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രീതിയിലാണ്. അതായത് ആരാണ് ഇവിടെ ആളെ ബ്ലോക്ക് ചെയ്യേണ്ടതെന്നുള്ളൊരു ഇത് വളരെയധികം കൺഫ്യൂഷൻ അവിടെ വന്നിട്ടുണ്ട്. അതാണ് ഫെഡെ വാൽവെർഡേക്ക് അവിടെ അത്രയും സ്പേസ്, ആളെ നിൽക്കുന്ന സ്പേസ് നോക്കി അത്രയും ഫ്രീ ആയിട്ടാണ് ഫെഡെ നിൽക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം എന്താന്ന് വെച്ചാൽ ഇവിടെ ആർദ ഗൂളർ ഫെഡെ വാൽവെർഡേക്ക് ആ പാസ് കൊടുക്കുന്ന സമയത്തിന് മസ്തന്തൂന് അവിടെ റൺ എടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾക്ക് അവിടെ കണ്ടാൽ മനസ്സിലാവും. മസ്തന്തൂന് ഒരു വട്ടം പോലും തിരിഞ്ഞു നോക്കുന്ന പോലെ ആർദ ഗൂളർ ആ പന്ത് പോകുന്ന സമയത്ത് തന്നെ മസ്തന്തൂന് റൺ എടുക്കുന്നുണ്ട്. ഇവിടെ അതിനുശേഷം ഫെഡെ വാൽവെർഡേക്ക് കിട്ടുന്ന ആളൊരു 1 ടച്ചിൽ തന്നെ കറക്റ്റ് ആയിട്ട് മസ്തന്തൂനക്ക് പാസ് കൊടുക്കുന്നു. ഇവിടെ പാസ് കൊടുക്കുന്ന സമയത്ത് മസ്തന്തൂന് ആള് ഫ്രീ ആണ്. അവിടെ ആ ഡിഫൻസീവ് ലൈന് കറക്റ്റ് ബ്രേക്ക് ചെയ്യാൻ പറ്റി. ഇവിടെ നീ നോക്കുകയാണെങ്കിൽ മസ്തന്തൂന് ഇവിടെ ഉണ്ട്. അറ്റാക്കിംഗ് സൈഡ് മറുഭാഗത്ത് കിലിയന്, ജൂഡ്, വിനി 3 കാര്യങ്ങളും അവിടെ ഉണ്ട്. പന്ത് ക്യാരി ചെയ്തു പോകുന്നു. ദിസ് ടൈം ഈ ഒരു ടൈം വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. കാരണം എന്താ വെച്ചാൽ ഇവിടെ കറക്റ്റ് സ്പേസ് ജൂഡ് ബെല്ലിംഗാമിന് കണ്ടെത്താൻ സാധിക്കുന്നില്ല. അതായത് ജൂഡ് അവിടുന്ന് റൺ എടുക്കുന്ന സമയത്ത് ആ ഒരു ഡിഫൻഡറെ വലിച്ചുകൊണ്ട് പോയിട്ട് ഫെഡെ വാൽവെർഡെ നമ്മൾ സാധാരണ റൈറ്റ് ബാക്കിൽ ഓവർലാപ്പ് ചെയ്യാറുണ്ട്. അതായത് ഇതിലൂടെ ഇങ്ങനെ ബാക്കിലൂടെ സപ്പോർട്ട് കൊടുക്കാൻ, ഇത് അണ്ടർലാപ്പാണ് ചെയ്യുന്നത്. അതായത് ജൂഡ് അവിടെ ആ റൺ എടുക്കുന്ന സമയത്ത് ഇവിടെ ആ സ്പേസ് ക്രിയേറ്റ് ആവാണ്. ആ ഒരു സ്പേസിലേക്കാണ് ഫെഡെ വാൽവെർഡെ ഓടിക്കരുന്നത്. അല്ലെങ്കിൽ ബെല്ലിംഗാം ഫെഡെ വാൽവെർഡേക്കുള്ള സ്പേസ് ഇവിടെ ഒരുക്കി കൊടുക്കുന്നു എന്ന് പറയാം. ബെല്ലിംഗാമിന്റെ റണ്ണ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മസ്തന്തൂനോ ഡിഫൻസ് മോശം ഡിഫൻസ് ആണ് മൊണോക്കോ. കാരണം ഇവിടെ നോക്ക് ഈ 4 ഡിഫൻസേഴ്സും മസ്തന്തൂനയിലാണ് ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, 4 പേരും അവിടെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ഒരാൾ പോലും ഇവിടെ ഫെഡെ വാൽവെർഡയുടെ റണ്ണിന് ഫെഡയ്ക്ക് ഒരു ചലഞ്ച് കൊടുക്കാൻ ഇവിടെ ആരും. മസ്തന്തൂനെ പന്ത് ഹോൾഡ് ചെയ്യുന്നു. ഫെഡെ അവിടെ എത്തി ഒരു നല്ല പാസ്, ഒരു നട്ട്മഗ് പാസ് കൊടുക്കുന്നു. ഇവിടെ ഇനി പാസ് കൊടുത്ത് ഫെഡയിൽ എത്തുന്നു. ഇവിടെ എംബാപ്പയുടെ പൊസിഷൻ നോക്കിയിട്ടുണ്ടോ? അതായത് ഒരു എംബാപ്പ നമ്മൾ പറയും ഒരു ക്ലിനിക്കൽ നമ്പർ 9 ആളല്ല. ഒരു ക്ലിനിക്കൽ നമ്പർ 9 ആണെങ്കിൽ ഒരുപക്ഷെ കുറച്ചുകൂടി അവിടെ ആ ഒരു ഡിഫൻസീവ് ലൈനിന്റെ ഒപ്പിക്കാർ ആള് നിൽക്കാം. ഇത് എംബാപ്പ അവിടെ സ്പേസ് കണ്ടെത്തുന്നു. ഇവിടെ ഫെഡ കിട്ടുന്നു. ഫെഡ ഒരു പന്ത് കിട്ടുന്ന സമയത്ത് പാസ് എടുക്കുമ്പോൾ എംബാപ്പയ്ക്കുള്ള സ്പേസ് നോക്കിയിട്ടുണ്ടോ? അത്രയും സ്പേസ് അവിടെ എംബാപ്പയ്ക്ക് ഉണ്ട്. പിന്നെ എംബാപ്പ കിട്ടുന്നു. എംബാപ്പന്റെ ഒരു അടിപൊളി ഫിനിഷ്, അത്രയുള്ളൂ പറയാൻ പറ്റുക. കാരണം ഇത് ടാക്ടിക്കൽ ഉണ്ട്, ബട്ട് അതിന്റെ ഒപ്പം തന്നെ റയൽ മാൻഡ്രിഡിന്റെ പ്ലേയേഴ്സിന്റെ ഇൻഡിവിജ്വൽ ബ്രില്യൻസും കൊണ്ട് നേടിയ ഒരു അടിപൊളി ഗോൾ എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഗോളിനെ വിശേഷിപ്പിക്കാം. അതുപോലെ തന്നെ കളിയുടെ 25-ാം മിനിറ്റിൽ ഏത് ചാൻസ്, ഇത് സത്യം പറഞ്ഞാൽ റയൽ മാൻഡ്രിഡിന്റെ ബാക്ക് സൈഡിൽ നിന്ന് വരുന്ന കളിയാണ്. കമവിംഗ വിനീഷ്യസിന് പാസ് എടുക്കുന്നു. ഇവിടെ വിനീഷ്യസ് കമവിംഗക്ക് തിരിച്ച് പാസ് എടുക്കുന്ന സമയത്ത് ഇവിടെ മൊണോക്കയുടെ ഡിഫൻസീവ് ലൈന് ഇവിടെ ബാക്കിൽ 3 കാര്യങ്ങളാണ് ഉള്ളത്. അവിടെ റൈറ്റ് ബാക്ക് ആണ് വിനീഷ്യസിന്റെ ഒപ്പം അവിടെ ഉള്ളത്. പക്ഷെ വിനീഷ്യസിന്റെ സ്പീഡ് ഇനി എന്താണെന്ന് കാണാം. ഇവിടെ ആ ഒരു പന്ത് എടുക്കുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ കമവിംഗ ഫേസ് ചെയ്ത് നിൽക്കുന്ന സ്ഥലം ബാക്കിലേക്കാണ് ഫേസ് ചെയ്ത് നിൽക്കുക. ഇവിടെ വിനീഷ്യസ് സപ്പോർട്ടിന് അവിടെ റൺ എടുക്കുന്നുണ്ട്. പിന്നെ മിഡ്ഫീൽഡിൽ ആർദയാണുള്ളത്. പക്ഷെ ഒരു ടച്ച്, അതാണ് നമ്മൾ പറയാ ഈ ഇൻഡിവിജ്വൽ ബ്രില്യൻസ് എന്നുള്ള കാര്യം. അത് ടച്ച് എടുക്കുന്ന ഒരു മാജിക്കൽ ടച്ച്, നേരെ ആർദ, ഇനി ആർദയുടെ പാസ്. ഈ ആർദ പാസ് എടുക്കുന്ന സമയത്ത് വിനീഷ്യസ് കറക്റ്റ് ആയിട്ട് അവിടുന്ന് റണ്ണ് കൊടുക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു സ്പേസിലൂടെ ആർദയുടെ അത്രയും
പെർഫെക്റ്റ് പാസ്സാണ് ആർദ കൊടുക്കുന്നത്. ഇവിടെ വിനീഷ്യസും എംബാപ്പയും രണ്ടാളും നിൽക്കുന്നു. വിനീഷ്യസിന്റെ ട്രിവേല പാസ് ഇതൊരു വേറെ ഐറ്റം. കാരണം അവരുടെ വരുന്ന ഡിഫൻഡറെയും ഗോൾ കീപ്പറെയും ആ ഒരു പന്ത് ആ ഒരു പാസ് ഒരുപോലെ ബീറ്റ് ചെയ്യുന്നുണ്ട് എന്നൊരു കാര്യം. പിന്നെ എംബാപ്പെ ഈസി ഫിനിഷ് ആണ് അത് ചെയ്യുന്നത്. പിന്നെ 50-ാം മിനിറ്റിൽ റിയൽ മാഡ്രിഡ് എടുക്കുന്ന ഈ മൂന്നാമത്തെ ഗോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, റിയൽ മാഡ്രിഡിന്റെ വിനീഷ്യസ് ഉണ്ട്, അവിടെ ആർദ ഗുളർ ഉണ്ട്, എംബാപ്പെ ഉണ്ട്, 3 പേരും അവിടെ അറ്റാക്കിങ്ങിലുണ്ട്. ഇവിടെ ആ പന്ത് കിട്ടുന്ന സമയത്ത് മസ്തന്തൂരം അവിടെ പ്ലെയറിനെ ക്ലോസ് ചെയ്യുന്നു, ഒരു ടാക്കിൾ ചെയ്യാൻ ശ്രമിക്കുന്നു, ബട്ട് കിട്ടുന്നില്ല. അതിനുശേഷം പ്ലെയർ പാസ് കൊടുക്കുന്ന സ്ഥലം കണ്ടു. അതായത് മൊണോക്കോയുടെ ഒരു പ്ലെയർ ഉണ്ട്, റിയൽ മാഡ്രിഡിന്റെ 2 പ്ലേയേഴ്സ് അവിടെ ബിഹൈൻഡ് ആയിട്ട് ഈ ഒരു പാസ് വരുന്ന സമയത്ത് തന്നെ ഹൂയിസന്റെ ഇന്റർസെപ്ഷൻ അടിപൊളിയാണ്. കാരണം ആള് ആ ഒരു പന്ത് റെയ്ഡ് ചെയ്തൊരു പന്താണെന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു ചാൻസ് വന്നാൽ ആള് അവിടെ ഹൂയിസന് പ്രോപ്പർ റെഡി ആയിരുന്നു. ആള് കറക്റ്റ് ആയിട്ട് ആ പന്ത് റെയ്ഡ് ചെയ്യുന്നു, ആ പന്ത് ഫസ്റ്റ് ടൈം പന്ത് കിട്ടുന്നു. നേരെ അവിടെ എംബാപ്പയെ സംബന്ധിച്ചിടത്തോളം വിനീഷ്യസ് ആണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. ഇവിടെ സൈഡിലൂടെ ഈ ഒരു സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ വിനീഷ്യസ് റൺ എടുക്കുന്നുണ്ട്, ഹൂയിസൺ റൺ എടുക്കുന്നുണ്ട്, ആർദ റൺ എടുക്കുന്നുണ്ട്, അവിടെ ജൂഡ് റൺ എടുക്കുന്നുണ്ട്, മസ്തന്തൂര. ഇതിന് എംബാപ്പയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ റിയൽ മാഡ്രിഡിന്റെ 5 പേഴ്സാണ് അവിടെ റൺ എടുക്കുന്നത്. അത് നേരെ ഫ്രണ്ടിലേക്ക് കൊടുക്കുന്നു. ഇവിടെ വിനീഷ്യസ് ആണെങ്കിൽ ഷോട്ട് എടുക്കുക, അല്ലെങ്കിൽ ഇവിടെ സൈഡിലൊക്കെ ഓപ്ഷൻസ് ഉണ്ട്, ബട്ട് വിനി അവിടെ സൈഡ് തിരിയുന്നു. ഇനി ആ വിനി നിൽക്കുമ്പോൾ ആർദയുടെയും മസ്തന്തൂരിന്റെയും എത്രത്തോളം സ്പേസ് എടുക്കുന്നുണ്ടെന്നില്ല കേട്ടോ. ആ ഒരു മസ്തന്തൂരിനൊക്കെ പാസ് എടുക്കുന്നു, ആടെ ഒരു ലെഫ്റ്റ് ഫുട്ടാണ്, ബട്ട് റൈറ്റ് ഫുട്ട് കൊണ്ടുള്ള ഒരു കിരീടം ഫിനിഷ്. കളി 3-0 എന്നുള്ള ഒരു സ്കോർ ലൈനിലേക്ക് മാറി. കളിയുടെ 4ാമത്തെ ഗോൾ റിയൽ മാഡ്രിഡ് അടിച്ച ഒരു നിമിഷം. ഇവിടെ നേരത്തെ നമ്മൾ 3ാമത്തെ ഗോൾ വന്നതുപോലുള്ള അതേ ഒരു സമയം, അതായത് അവിടെ 3ാമത്തെ ഗോളും ഈ ഗോളും അവിടെ പ്രശ്നം എന്താ വെച്ചാൽ കറക്റ്റ് ഡയറക്റ്റ് പാസ്, അതായത് വെർട്ടിക്കൽ പാസ് എന്ന് പറയും, അതായത് കറക്റ്റ് ഒരു ലൈനാണ് ആ പാസ് പോകുന്നത്. ആ പന്തിന്റെ ആ പ്രശ്നം എന്താന്ന് വെച്ചാൽ ഇത് റിയൽ മാഡ്രിഡിന്റെ പ്ലേസ് കറക്റ്റ് ആയിട്ട് റീഡ് ചെയ്യുന്നുണ്ടെന്നില്ല. ഇവിടെ ഡാനി സബയോസ് ആ പന്ത് റീഡ് ചെയ്യുന്നു, ആളാ പന്ത് പിടിച്ചെടുക്കുന്നു. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോ സപ്പോർട്ടിന് റിയൽ മാഡ്രിഡിന്റെ ഫ്രണ്ടിൽ 4 താരങ്ങളുണ്ട്, 4 ഡിഫൻഡേഴ്സ് 4, അതുപോലെ തന്നെ റിയൽ മാഡ്രിഡിന്റെ 4 താരങ്ങൾ. ഇവിടെ വിനീഷ്യസ് സൈഡിലേക്ക് റൺ എടുക്കുന്നു, സെൻട്രലിൽ സൈഡിലേക്ക് വിനി മാറാണ്. അതായത് ഓഫ് ദ ബോൾ കളിക്കുമ്പോൾ റയൽ അധികം ചെയ്യാനുള്ളത് 4-4-2 എന്നുള്ള ഫോർമേഷൻ ആണ്. അതായത് കിലിയനും വിനീഷ്യസും സെന്റർ ഫോർവേഡ് ആവും, മസ്താന്തോന് അല്ലെങ്കിൽ റോഡ്രിഗോ അതാണ് റൈറ്റ് സൈഡ് ഉള്ളത്. അവര് ഫെഡെ വാൽവർത്തേക്ക് സപ്പോർട്ട് ചെയ്തിട്ട് അവിടെ റൈറ്റ് സൈഡ് വെക്കും. ഇവിടെ അതുപോലെ തന്നെ സെൻട്രൽ ഏരിയയിൽ വിനീഷ്യസ് ലെഫ്റ്റ് സൈഡിലേക്ക് ആളെ പൊസിഷനിലേക്ക് കട്ടാക്കുന്നു, ആളെ പന്തെടുക്കുന്നു, പന്തെടുത്ത് റൺ ചെയ്യുമ്പോൾ ആള് ഫ്രീ ആണ്. ഇവിടെ വിനീഷ്യസിന്റെ ഒരു പാസ്, ഇത് ആർദയിലേക്കുള്ള പാസ് ആയിരുന്നു, ബട്ട് ആ ഒരു ഡിഫൻഡറിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഡിഫൻഡർ ആ പന്ത് എടുത്തിട്ടില്ലെങ്കിൽ അവിടെ ആർദ ഗോൾ എടുക്കുന്ന കാര്യം 100% ഷുവറാണ്. ഡിഫൻഡേഷന് എന്തെങ്കിലും ചെയ്യാനുള്ള പറ്റിയ ഡിഫൻഡർ ഡിഫെൻഡ് ചെയ്യുന്നു, അതൊരു നല്ല ഡിഫെൻഡ് ആയി പോയി, അതൊരു ഓൺ ഗോൾ ആയി മാറി എന്നുള്ളതാണ്. ഇനി റിയൽ 5ാമത്തെ ഗോൾ അടിച്ച സിറ്റുവേഷൻ നോക്കിയെങ്കിൽ റിയൽ മാഡ്രിഡിന്റെ ഒരു ഹൈ പ്രസ് വേണമെങ്കിൽ പറയാം. അതായത് ഗോൾ കീപ്പറുടെ കയ്യിലാണ് ഇവിടെ പന്തുള്ളത്. ഗോൾ കീപ്പർ ഡിഫൻഡർക്ക് പന്ത് കൊടുക്കുന്ന സമയത്ത് തന്നെ ഇവിടെ ആളെ ആ ഡിഫൻഡറിന് എന്താണ് നല്ല രീതിയിൽ പ്രസ് ചെയ്യുന്നു. ആളൊരു ഫസ്റ്റ് ടൈം വെർട്ടിക്കൽ പാസ് ആണ്. കറക്റ്റ് നമ്മളിപ്പോ 3ാമത്തെ ഗോളും 4ാമത്തെ ഗോളും പറഞ്ഞ പോലെ തന്നെയുള്ള ഒരു ഇൻസിഡന്റ് ആണ് ഇത്. കാരണം കറക്റ്റ് വെർട്ടിക്കൽ പാസ് ആണ് കൊടുക്കുന്നത്. ആ കറക്റ്റ് വെർട്ടിക്കൽ പാസ് കൊടുക്കുമ്പോൾ അത് ആ ഒരു പാസിംഗ് ലൈന് കട്ട് ചെയ്യാൻ എന്താണ് റിയൽ മാഡ്രിഡിന്റെ താരങ്ങൾ ആൾറെഡി റീഡ് ചെയ്ത് നിൽക്കുന്നുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ ആർദയാണ്, ആർദ പന്തെടുത്ത് വിനിക്ക് കൊടുക്കുന്നു. ഇവിടെ വിനിക്ക് പന്ത് കിട്ടുന്ന സമയത്ത് ഇവിടെ എംബാപ്പെ കറക്റ്റ് റൺ എടുക്കുന്നുണ്ട്. ഇവിടെ ജൂഡ് ബെല്ലിംഗാം ബാക്കിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു സമയം ആയപ്പോഴേക്കും അവിടെ 2 ഡിഫൻഡേഴ്സും 3 അറ്റാക്കേഴ്സും നില സിറ്റുവേഷനിലെത്തി. അതായത് ബെല്ലിംഗാമും എംബാപ്പയും 2 ആളും അവിടെ സപ്പോർട്ട് ചെയ്ത് വരുന്നുണ്ട്. ബട്ട് ഇവിടെ ഡിഫൻഡേഴ്സിനെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവിടെ എംബാപ്പയ്ക്ക് പാസ് എടുക്കുക, കാരണം അത്രയും സ്പേസ് എംബാപ്പയ്ക്ക് ഉണ്ട്. ജോഡിനും പാസ് എടുക്കുക. ബട്ട് വിനി ഇൻഡിവിജ്വൽ ബ്രില്യൻസ് അത്രയുള്ള പറയാൻ പറ്റുക. കാരണം ആളൊരു ഷോട്ട് എടുക്കുന്ന ഷോട്ട് പെർഫെക്റ്റ് ടോപ്പ് കോർണർ, അതാണ് അത് ഗോൾ ചാട് പോലും ചെയ്യാത്തത്. സത്യം പറഞ്ഞാൽ ആ ഡെയിലി ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഇനി റിയൽ മാഡ്രിഡ് 6ാമത്തെ ഗോൾ അടിച്ച സിറ്റുവേഷൻ നോക്കാം. ഇവിടെ എംബാപ്പെ ഫ്രീ കിക്ക് എടുക്കുന്നു, അത് മിസ്സാകുന്നു. ഒരു കൗണ്ടർ അറ്റാക്കുള്ള ശ്രമമാണ്. ഇവിടെ നിങ്ങൾ നോക്കട്ടോ, കാരണം ഇവിടെ ഈ ഒരു പ്ലെയറിന് എന്താണ് സത്യം പറഞ്ഞാൽ 3 ഓപ്ഷൻസ് ഉണ്ട് എന്ന് പറയാം. ഇവിടെ 2 പ്ലേയേഴ്സ് ഇവിടെ ലെഫ്റ്റ് സൈഡിലൂടെ റൺ എടുക്കേണ്ട, ഒരു പ്ലെയർ റൈറ്റ് സൈഡിലൂടെ. ബട്ട് എടുത്തുള്ള പ്ലെയർക്കാണ് ഈ പന്ത് പാസ് കൊടുക്കാൻ ആൾ ശ്രമിച്ചത്. ബട്ട് ആ ഒരു പന്ത് സബയോസ് ഇന്റർസെപ്റ്റ് ചെയ്യുന്നു. കറക്റ്റ് ഫെഡെ വാൽവർതെ സംബന്ധിച്ചിടത്തോളം ആള് ഒരു വട്ടം പോലും ഇത് ചിന്തിക്കേണ്ട ആവശ്യം വരുന്നില്ല എന്നാണ്. ഇത് നോക്കുക, ഈ പന്ത് ഫെഡയ്ക്ക് കിട്ടുമ്പോൾ കറക്റ്റ് 1 ടൈം പാസ് ആണ്. ഫെഡയ്ക്ക് ഒരുപാട് ഓപ്ഷൻ ഉണ്ട്, ഏകദേശം 5 ഓപ്ഷൻസ് അവിടെ മുമ്പിലുണ്ട്. ബട്ട് ഫെഡ കൊടുക്കുന്ന ആ ഒരു പാസിന് ഹുയിസൺ നിൽക്കുന്ന ഡമ്മി പൊസിഷൻ, അതായത് നമുക്ക് ഇതിന്റെ ബിഹൈൻഡ് നോക്കിയാൽ അറിയാം, ഹുയിസൺ ഒരു വട്ടം പോലും അവിടെ ആള് പന്തിയെ നോക്കിയിട്ടേ ഇല്ല. ബട്ട് ഹി നോ ബെല്ലിംഗാം ഈസ് ദർ. ആ ഒരു പന്ത് കിട്ടുന്നു, ഇവിടെ ഒരു ഡിഫൻഡറും ഗോൾ കീപ്പറും ബെല്ലിംഗാമിനെ ചലഞ്ച് ചെയ്യുന്നു. ബട്ട് ഈസി ഫിനിഷ് എന്ന് തന്നെ പറയാം. ഇതോടുകൂടി ആ ഒരു മത്സരം 6-1 എന്നുള്ള സ്കോർ ലൈനിലേക്ക് മാറി. അപ്പോൾ ഇത്രയും നമ്മൾ ഇതിൽ 2 കാര്യങ്ങൾ മുമ്പ് പറഞ്ഞ പോലെ, ഒന്ന് ഇൻഡിവിജ്വൽ ബ്രില്യൻസ് ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് റയൽ മാഡ്രിഡിന്റെ ടാക്ടിക്കൽ ആയിട്ടുള്ള ചില അണ്ടർലാപ്പുകൾ, അതുപോലെ തന്നെ നമ്മളെ 2, 3, 4, 5 ഗോളുകൾ നോക്കിയാൽ ഒക്കെ എന്താണ് കറക്റ്റ് വെർട്ടിക്കൽ പാസസ് എന്താണ് ഇന്റർസെപ്റ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് ഡയറക്റ്റ് കൗണ്ടർ അറ്റാക്ക് ചെയ്യുന്ന റിയൽ മാഡ്രിഡ് ആണ്. അതായത് പ്ലേയേഴ്സ് ആദ്യം തന്നെ ഒരു റീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ പ്ലേയേഴ്സ് എന്താണ് പ്രസ് ചെയ്യാൻ
തയ്യാറ് എടുത്ത് നിൽക്കുന്നുണ്ട്. ഐ മീൻ എല്ലാ പ്ലേയേഴ്സും ഒരു മിസ്പാസിന് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു 50-50 ചാൻസിന് വേണ്ടി നല്ല രീതിയിൽ കാത്തിരിക്കേണ്ടെന്നുള്ള കാര്യം ഇതിൽ എടുത്തു പറയേണ്ടതാണ്. അപ്പോൾ അൽവാരോ അർബലോവക്ക് റിയൽ മാഡ്രിഡിനെ പുതുക്കി പണിയാണ് ആൾക്ക് സമയം വേണം. കോപ്പാഡയുടെ ഫസ്റ്റ് മാച്ചിന് ആള് പൊട്ടി. ഇനിയിപ്പോ ലീഗ് ഉണ്ട്, അതുപോലെ തന്നെ ചാമ്പ്യൻസ് ലീഗ് ആണ്. ലീഗിൽ ഒരു പോയിന്റ് മാത്രമാണ് നിലവിൽ ഡിഫറൻസ് ഇല്ലാതെ. ചാമ്പ്യൻസ് ലീഗിൽ അവർ നല്ലൊരു പൊസിഷനിലാണ് നിലവിൽ ആ ടീം ഇരിക്കുന്നത്. അപ്പോൾ റിയൽ മാഡ്രിഡിന്റെ കളികൾ ഐ മീൻ ഇനി ഇത് കൂടാതെ ഇതിപ്പോ നമ്മൾ ഗോൾ മാത്രമാണ് ഡിസ്കസ് ചെയ്ത്, ഇതിനപ്പുറത്തുള്ള നല്ല രീതിയിൽ ഹൈ പ്രസ് വരുന്നുണ്ട്. ടീം മൊത്തത്തിൽ പ്രസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പ്ലേയേഴ്സ് ഒക്കെ ഐ മീൻ സാബി അലൻസോയുടെ സിസ്റ്റം ഒരു ഇന്ത്യയുടെ അഭിപ്രായത്തിൽ FC ബാഴ്സലോണയുടെ സിസ്റ്റം പോലെയുള്ള ഒരു സംഭവമായിരുന്നു. കൂടുതൽ എന്താണ് ബോൾ പൊസിഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള ബോൾ പൊസിഷൻ കീപ്പ് ചെയ്ത് കളിക്കുന്ന റിയൽ മാഡ്രിഡ് ആയിരുന്നു. പക്ഷെ റിയൽ മാഡ്രിഡിന്റെ DNA അതല്ല. റിയൽ മാഡ്രിഡ് കൗണ്ടർ അറ്റാക്കിന്റെ രാജാവുകളാണ്. അതായത് ബാഴ്സലോണ പൊസിഷൻ ഗെയിം അടക്കി വന്നത് പോലെ റിയൽ മാഡ്രിഡ് കൗണ്ടർ അറ്റാക്കിൽ അവരുടെ പ്ലേയേഴ്സ്, അതിപ്പോ നോക്കുകയാണെങ്കിൽ വിനീഷ്യസ്, എംബാപ്പെ, റോഡ്രിഗോ, ജൂഡ് എന്നുള്ള പ്ലേയേഴ്സിന് പഴയ കാലം നോക്കുകയാണെങ്കിൽ അവിടെ ബെയ്ലി, ബെൻസമ, റൊണാൾഡോ, ഡിമരിയ, ഹുഗൈന് ആ ഒരു ഇതുണ്ടായിരുന്നല്ലോ. അതൊരു വേറെ ടൈപ്പ്. റിയൽ മാഡ്രിഡിന്റെ ഐ മീൻ മോസ്റ്റ് ഓഫ് ദ ഒരു ടൈമിൽ അവർ ഫോളോ ചെയ്ത രീതിയാണ് സ്പീഡ് പ്ലേയേഴ്സിനെ വെച്ചിട്ട് കൗണ്ടർ അറ്റാക്ക് ചെയ്യാന്നുള്ള രീതി. അപ്പോൾ ആ ഒരു രീതി കുറെ അർബലോവ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ പുള്ളിക്കാരൻ്റെതായിട്ടുള്ള ടാക്ടിക്സ് കാര്യങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഇനി ഏതായാലും റിയൽ മാഡ്രിഡിന് എങ്ങനെ ഇനി ബാക്കിയുള്ള മത്സരം, ഇതിപ്പോ മൊണോക്കയാണ് അവരുടെ നമ്മൾ പറഞ്ഞ മാതിരി 3 ഗോളുകളും വന്നത് ഒരു ഡിഫൻസീവ് മിസ് കൊണ്ടാണ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം തന്നെ റിയൽ മാഡ്രിഡ് പ്ലേയേഴ്സിന്റെ ആ ഒരു മിസ് അവർക്ക് റിയൽ മാഡ്രിഡ് ഗോൾ അടിക്കാൻ പറ്റുന്നുള്ളൂ എന്നുള്ളത് റിയൽ മാഡ്രിഡിന്റെ ഭാഗത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ നല്ലൊരു കാര്യമാണ്. അപ്പൊ ഇനി എങ്ങനെയായിരിക്കും ബിഗ് ടീംസ് എൻട്രായി? ഇതിപ്പോ റിയൽ മാഡ്രിഡ് ഞാൻ ഈ വീഡിയോ ഇടുന്ന സമയത്ത് 3 ലെവന്റെക്കെതിരെ ജയിച്ചു, പിന്നെ മൊണോക്കോക്കെതിരെ ജയിച്ചു, വിയാറിനെതിരെ 3 മത്സരങ്ങൾ ജയിച്ചിട്ടുണ്ട്. ഇനി ഇതിന് കൂടാതെ ആൽബസെറ്റേക്കെതിരെ റയൽ തോൽക്കുകയും ചെയ്തു. അപ്പോൾ ഇനി ബിഗ് ടീംസുമായിട്ട് അതായത് FC ബാഴ്സലോണ അല്ലെങ്കിൽ ചാമ്പ്യൻസ് ലീഗ് വരാൻ പോകുന്ന ബയേൺ മ്യൂണിക്ക്, മാഞ്ചസ്റ്റർ സിറ്റി, ലിവർപൂൾ, ഇന്റർ ഇതുപോലത്തെ ടീമുകളെ റിയൽ മാഡ്രിഡ് എങ്ങനെ ടാക്ടിക്കലായിട്ടും നേരിടുമെന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ട കാര്യമാണ്. ഏതായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപയോഗപ്രദമായി എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.